ഹലോ ഫ്രണ്ട്സ്, വൃന്ദ വിശൽ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചുണ്ടയ്ക്ക തോരൻ വയ്ക്കുന്നത് കാണിക്കാനാണ്. അപ്പം എനിക്ക് കുറച്ച് ചുണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിച്ചെടുത്തൊരു കവറിൽ എടുത്ത് വയ്ക്കുക. അതിലെടുത്ത് വയ്ക്കാൻ കാരണം അത് നമ്മൾ ചതയ്ക്കണം. ആ ചതയ്ക്കാൻ നേരത്ത് അതിൻ്റെ അരി എടുത്ത് കളയണം. അവിടെയാണ് ആ കവറിനകത്ത് എടുത്ത് വെച്ചത്. അപ്പം എല്ലാം ചതച്ചൊന്നും എടുത്തിട്ടുണ്ട്. അല്ല, അരിയൊക്കെ ശരിക്കും പുറത്ത് ചാടിയിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടേക്കണം. അപ്പോഴത്തേക്ക് വെള്ളത്തിലിടുമ്പോഴത്തേക്ക് ഇതിൻ്റെ കറ മാറി വരും. നല്ല അരിയാണ്, ശരിക്കും അരിയുണ്ട് ഇതിൽ. ആ അരിയുമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് ഇട്ടേക്കണം. വെള്ളത്തിലിട്ട് ഞങ്ങൾ കറുത്ത കറ ഉണ്ടാകും. ഈ ചുണ്ടയ്ക്കയിലെന്ന് പറയുന്ന ഈ കറയാണ്. ആ കറ എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇത് തോരൻ വെച്ചാൽ മതി. എന്നത് തോരൻ വയ്ക്കാനാണ് എടുത്തത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനലൊന്ന് മുമ്പോട്ട് പോവുകയുള്ളൂ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുക. അപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. 2-3 വെള്ളം ഒന്ന് കഴുകണം. നല്ലോണം 2-3 വെള്ളം ഒന്ന് കഴുകി എടുക്കണം. എങ്കിൽ മാത്രമേ ആ കറ ഒന്നും കൂടി ഒന്ന് മാറുകയുള്ളൂ. നല്ലോണം ഒന്ന് ഞാൻ ഇവിടെയൊക്കെ കഴുകി എടുത്തിട്ട് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞ് നമ്മളിത് വേവിക്കാൻ വയ്ക്കണം. ഇതിൻ്റെ പുറം നല്ലൊരു ചെറിയൊരു കട്ടിയുള്ളതുകൊണ്ട് ഇതിന് വേവുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് വേവിക്കാൻ വയ്ക്കണം. കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വയ്ക്കുക. കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ട് നമ്മൾ തേങ്ങയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇത്തിരി ഇഞ്ചിയും ഇത്തിരി വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. കുറച്ച് കരിവേപ്പിലിട്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ഇതിനകത്തോട്ട് എടുത്തിടാനുള്ളത്. അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ആ ചുണ്ടയ്ക്കയും കൂടെ അങ്ങോട്ട് എടുത്ത് ഇടുക. ചുണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ചുണ്ടയ്ക്ക വേവിക്കാൻ വെച്ചപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിട്ടായിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോസും ഈ വോയിസ് റെക്കോർഡും ഒക്കെ കൊടുക്കുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണും. നമുക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് അതൊന്നും നമുക്കറിയില്ല. നമുക്കും അറിയാമെന്നുള്ള കണക്കിന് ചെയ്യും, അത്രമാത്രം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചുണ്ടയ്ക്ക തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബായ്.